എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെയിൻ പാർട്ടിലോട്ട് എത്തുന്നേ ഉള്ളൂ. ആ ഇന്റർവെല്ലിന് മുന്നേ ഉള്ള ആ ഒരു ചെറിയൊരു പാർട്ടുണ്ട്, അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ പടം കാണാൻ നല്ല രസമാണ്. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ആ ഒരു കളർഫുൾ പടമാണ്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് കണ്ടാലും അറിയാൻ പറ്റും. ഇല്ല, വന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫിലായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പിന്നെ നല്ലൊരു ഫൺ ടൈപ്പ് പടമാണ്. നല്ല കളർഫുൾ ആണ്. പിന്നെ ഈ ഇന്റർവെല്ലിന് തൊട്ട് മുന്നേയുള്ള കുറച്ച് പാർട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ്, അറിയത്തില്ല. ഫസ്റ്റ് ഹാഫ് ടോവിനോട് ഒരു സാധ്യതയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊള്ളാം, അത്യാവശ്യം കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് ഇന്റർവെല്ലൊന്നും അറിഞ്ഞ പോലും. പിന്നെ സൂപ്പർ കോമഡി, നല്ല കോമഡിയൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് റിവ്യൂ ഇല്ലാതെ ഒരു പടം വന്ന് കാണുന്നത് മലയാളത്തിൽ. നല്ല മൂവിയാണ്, ബെറ്റർ ആയിരിക്കും. സെക്കൻഡ് ഹാഫ് ഇതിലും ബെറ്റർ ആയിട്ട് പോകുന്നത് പ്രതീക്ഷിക്കുന്നു. ടൊവിനോ മറ്റേ സുരേഷ് കൃഷ്ണ, അയാളെ സൂപ്പർ ആയിരുന്നു. പിന്നെ ഭാവന ചെറുതായിട്ടുള്ളൂ, ഇനി കാണത്തേ ഉള്ളൂ സെക്കൻഡ്. എന്തോ BGM ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ കൊള്ളാം, നല്ല സിനിമ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. നമുക്ക് സെക്കൻഡ് ഹാഫ് കണ്ടിട്ടില്ല എന്തെങ്കിലും പറയാൻ പറ്റും. ഭാവന ഇപ്പൊ ചെറിയ റോള് വന്നതേ ഉള്ളു. നമുക്കിനി മുന്നോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റും. വലിയ കോമഡി ഒന്നും ഇല്ല, എന്നാലും കണ്ടോണ്ടിരിക്കാം. മേക്കിംഗ് ഒക്കെ കൊള്ളാം. ഇതിൽ പറയാനൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് എന്തായാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ടോട്ടലി എങ്ങനെയുണ്ട് ടോവിനോടെ ലുക്കും മേക്കിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്? കുഴപ്പമില്ല, അഭിനയിക്കുന്നുണ്ട് ടോവിനോ. ജോണറൊക്കെ എങ്ങനെയാ പോകുന്നത്? നല്ല രീതി എന്തായാലും സെക്കൻഡ് ഹാഫ് കൊണ്ട് പറയാൻ പറ്റും.